ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു അല്ലൂര DLX ഉഷ ജെനുവൻ മെഷീനെ കുറിച്ചിട്ട് പറയാനാണ്. സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ലൈക്ക് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു മെഷീൻ വാങ്ങിയിട്ട് അധികമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഒരു മെയിനായിട്ട് നിൽക്കുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ. കൂടുതലായിട്ടും ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളും കണ്ടിട്ടാണ്. എൻ്റെ കയ്യിൽ നോർമൽ സാധാ ഉഷയുടെ തയ്യൽ മെഷീൻ ഉണ്ട്. അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് ലെവൽ മെയിനായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അധികം ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആദ്യം ഇതിന് നോർമൽ ടെൻഷൻ നമ്മൾ 3-ലാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ അത് ഞാൻ നോർമലി ടെൻഷൻ 3-ലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ 7-ലേക്ക് മാറ്റുകയാണ് കേട്ടോ, ആ ഒരു സെലക്ടർ. അപ്പം അതൊന്ന് 7-ലേക്ക് മാറ്റി. ഇനി നമുക്കിത് A മുതൽ G വരെ നോർമലും പിന്നെ അതേപോലെ ഈ ഒരു പിങ്ക് കളറിൽ കാണുന്ന ആ സ്റ്റിച്ചും നമുക്ക് ആദ്യം വേറെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ വെക്കാം. അപ്പം ഞാൻ നോർമൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ ഈ ഒരു നമ്മുടെ ടെൻഷൻ 3-ൽ പിന്നെ A സെലക്ട് ചെയ്യുക, പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് 3-ലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ നോർമൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്ന ആ ഒരു ട്രിക്ക് കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം ഞാനിത് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു ബ്രൗൺ ഷെയ്ഡ് ത്രെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇതാ ഒരു ലൈനിങ് പീസാണ് ഇതുപോലെ. അപ്പോൾ ഒരു ലൈൻ പീസ് ആയതുകൊണ്ട് തന്നെ കട്ടി കുറവായിരുന്നു, ഞാനിതാ ഡബിളായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഫസ്റ്റിൽ പറഞ്ഞ പോലെ എയിൽ നോർമൽ സ്റ്റിച്ചിങ് കാണാം. A മുതൽ G വരെ ഒരു നോർമലും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിൽ A മുതൽ G വരെ വേറെ നോർമൽ മെഷീനിൽ കാണുന്ന ആ ഒരു നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന അതാണ് കേട്ടോ. അപ്പം നോർമൽ ഇതാ A സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ തയ്ച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി സെലക്ടറിൽ നമ്മൾ B സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നോർമലാണ്. നമ്മുടെ ആ ഒരു എന്താ പറയുക ടെൻഷനും ഒക്കെ ഞാൻ ഫസ്റ്റിൽ കാണിച്ച പോലെ തന്നെ അതിൽ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ഒരു സെലക്ടറിൽ മാത്രം A B C D മാറ്റി കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ബിയിലേക്ക് മാറ്റി കൊടുത്തിട്ടും വലിയൊരു ചേഞ്ചസ് ഇല്ല. എന്നാലും ലെഫ്റ്റിലോട്ടൊരു ചെറുതായിട്ടൊരു ചെരിവ് ഫീൽ ചെയ്യുന്ന പോലെ. ആദ്യത്തെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ്, സെക്കൻഡ് ചെറുതായിട്ടൊരു ചെരിവ് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിയിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പൊ സിയിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് ഒരു സിഗ്സാഗ് മോഡൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇയിലോട്ട് മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സി കഴിഞ്ഞ് നമ്മൾ ഡിയിലോട്ടാണ് കേട്ടോ മാറ്റുന്നത്. നമ്മളൊരു മീഡിയം വെച്ചിട്ട് സ്പീഡിലടിക്കണം. ഓവർ സ്പീഡും ആവരുത്, എന്നാൽ ഒരുപാട് സ്ലോ ആകും വേണ്ട കേട്ടോ, ആ ഒരു ലെവലിൽ. ഇനി നമുക്കിതാ അടുത്തത് നെക്സ്റ്റ് സെലക്ടർ ഡിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡിയിലോട്ട് മാറ്റിയപ്പോൾ കുറച്ചും കൂടെ ലോങ് ആയിട്ട് എന്നാൽ ചെറുതായിട്ടൊരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. ഡിയിലോട്ട് മാറ്റിയപ്പോൾ ഒരു ഇടവിട്ടിട്ട് എന്തോ ഒരു ഡിസൈൻ പോലെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സെലക്ടർ ഇയിലോട്ട് മാറ്റാം. ഇയിലോട്ട് മാറ്റുമ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു 2 സിഗ്സാഗ് വന്ന് പിന്നൊരു ലെങ്തി ആയിട്ടുള്ള സിഗ്സാഗ്, ആ ഒരു മോഡലിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എഫിലോട്ട് മാറ്റി നോക്കാം.
അപ്പം എഫിലോട്ട് മാറുമ്പോൾ കുറച്ചൊരു 2-3 ത്രെഡ് സ്ട്രൈറ്റ് വന്നിട്ട് പിന്നൊരു ലെങ്തി കൂടിയിട്ടുള്ള ഒരു സിഗ്സാഗ് മോഡല്. അപ്പൊ ഇനി നമുക്ക് ജിയിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ജിയിലോട്ട് മാറ്റുമ്പോഴും കുറച്ച് 2-3 സ്റ്റിച്ച് സ്ട്രൈറ്റ് വന്നിട്ട് പിന്നൊരു സിഗ്സാഗ് വരുന്നത് ഇത്തിരി ഹൈറ്റ് കൂടിയിട്ട്, ഇതിനപേക്ഷിച്ച് നമ്മൾ എഫിനെ അപേക്ഷിച്ച് ജി ഇത്തിരി കൂടിയിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പം ABCDEFG. അപ്പൊ നമ്മളെ മേലത്തെ ആ ഒരു ലൈന് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇനി ആ ഒരു പിങ്ക് മോഡിലെ ഒരു എ മുതൽ ജി വരെയുള്ള സ്റ്റിച്ചിങ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നോക്കാം. നോർമൽ ലെങ്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏല് കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ ജീൻസ് ഒക്കെ എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല കട്ടിയിൽ കിടക്കുന്ന കണ്ടിട്ടില്ല, ജീൻസിന്റെ എൻഡ് ഭാഗമൊക്കെ മടക്കിയിട്ട്, അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു ത്രെഡാണ് കേട്ടോ ഏല് പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. അതൊരു 3 സ്റ്റിച്ച് ഡബിളായിട്ട് ഒന്നിച്ച് തന്നെ അതിന് മുകളിലൂടെ അടിയുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും ഇളകിപ്പോരില്ല കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ആ ഒരു പിങ്കിൽ ഏല് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മോഡ് ബിയിലോട്ട് മാറ്റി നോക്കാം. അപ്പൊ ഓക്കെ, നമുക്ക് ബിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാ ബിയിലോട്ട് മാറ്റിയിട്ടുള്ള അടിയിലെ റോല് ബിയില് സ്റ്റിച്ചാണ് കേട്ടോ. ഇത് കുറച്ചൊരു ചെരിവ്, നമ്മൾ ഫസ്റ്റിൽ കാണിച്ച പോലെ തന്നെ കുറച്ച് ചെരിവില് ഇതുപോലെ 3 ത്രെഡ് ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. ഇനി നമുക്കത് സിയിലോട്ട് മാറ്റാം. സിയിലോട്ട് മാറ്റുമ്പോൾ ഒരു സിഗ്സാക്കിന്റെ 3 ത്രെഡ് ഒരുമിച്ച് വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇനി നമുക്കത് ഡിയിലോട്ട് മാറ്റിയിട്ടുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഡിയിലോട്ട് മാറ്റുമ്പോൾ ഒരു നമ്മളൊരു നെറ്റിന്റെ ഒക്കെ ഒരു ഫീൽ ചെയ്യുന്ന നിങ്ങളെ ആ ഒരു നമ്മളെ ഡിസ്പ്ലേ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റിച്ച് കിട്ടും. അതൊക്കെ നമുക്ക് ഡ്രസ്സിങ്ങിൽ ഡിസൈൻ ചെയ്യാൻ, പ്ലെയിൻ മെറ്റീരിയലിലൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതാ നമ്മള് ഈലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈയിലെ സ്റ്റിച്ച് ഒന്ന് നോക്കാം. അപ്പൊ ഇതാ സെലക്ടർ ഇയിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ ആ ഒരു റോയിലെ സ്റ്റിച്ചാണ് ഈ ലെവല് സ്റ്റിച്ച് ഇങ്ങനെയാണ് കേട്ടോ. ഇനി അത് നമുക്ക് എഫിലോട്ട് മാറ്റാം.
ഇനി ഇതാ നമ്മുടെ എഫിലുള്ള സ്റ്റിച്ച് ഇങ്ങനെയാണ് കേട്ടോ. സ്ട്രൈറ്റ് ഒരു ലൈന് വന്നിട്ട് പിന്നെ ഒരു സിഗ്സാക്ക് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയുള്ള ആ ഒരു മോഡലാണ് കേട്ടോ. ഇനി ഫൈനൽ നമ്മൾ ജിയിലോട്ട് മാറ്റാം. അപ്പം ഇതാണ് ജിയിലെ ആ ഒരു സ്റ്റിച്ചിങ്. നമ്മൾ ഓവർലോക്ക് ഒക്കെ ഇടാനായിട്ട് എടുക്കുന്ന സ്പെഷ്യൽ സ്റ്റിച്ച് ആണ് കേട്ടോ ലാസ്റ്റ് റോള് ജിയിൽ വരുന്നത്. ഇനി ഇതൊക്കെ ഞാൻ നമ്മുടെ എന്താ പറയാ ടെൻഷൻ 3 പിന്നെ സെലക്ടർ മാത്രം ചേഞ്ച് ചെയ്തിട്ട് എല്ലാ സ്റ്റിച്ചും നോർമൽ കാണിച്ചതാണ് കേട്ടോ. ഇനി സ്പെഷ്യൽ ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോ നോർമൽ നമ്മൾ എല്ലാ സ്റ്റിച്ചും ചെയ്യുന്ന ആ ഒരു മോഡിൽ ഞാൻ വെച്ചിട്ട് ചെയ്തിട്ടാണ്. ഇത് നമുക്ക് ആ പിങ്ക് കളറിൽ കാണുന്ന സ്റ്റിച്ച് നമുക്ക് എന്താ പറയുക ലെങ്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടും അതിന്റെ ആ ഒരു ഡിഫറൻസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇത് നോർമല് നമ്മുടെ മേലത്തെ റോല് എ മുതൽ ജി വരെ, അതേപോലെ പിങ്കിലെ എ മുതൽ ജി വരെ. ഇനി സ്പെഷ്യലായിട്ട് വരുന്ന സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആ പിങ്കിലാണ് വരുന്നത്. അത് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് നമ്മുടെ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത് മാറ്റുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എസ്സില് നോർമൽ മോഡാണെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് മാർക്ക് എസ്സിന്റെ സെൻട്രലായിട്ട് നിൽക്കണം, രണ്ട് എസ്സിന്റെയും സെൻട്രലായിട്ട്. പിന്നെ കുറയ്ക്കുന്നത് ഈ മൈനസ് നമുക്ക് ഈ ഒരു ബ്ലാക്കിൽ വരിക, അതേപോലെ പ്ലസ് ഈ ഒരു ബ്ലാക്കിൽ വരിക സ്റ്റിച്ച് കൂട്ടുന്നത്. ഇതാണ് കേട്ടോ ഞാൻ മാറ്റി മാറ്റി 3 സ്റ്റിച്ചായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ സെലക്ടർ ഇതേപോലെ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് നോക്കിയിട്ട് അതിന്റെ സെലക്ടർ ഇവിടെ ചേഞ്ച് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം മനസ്സിലാകുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇതാ സ്പീഡ് ഈ ഒരു പിങ്കിൽ അടിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ എപ്പോഴും 1 ഇടേണ്ടത് കേട്ടോ. അപ്പൊ അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെൻഷൻ ഞാനിതിൽ 1 മാറ്റുകയാണ് കേട്ടോ. ഇതാ 1 മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ എയിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. എയിലിട്ടു. ഇനി ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്റ്റിച്ചില് നമ്മൾ മൈനസിലോട്ട് പോകുമ്പോഴും പ്ലസിലോട്ട് എന്ന് വെച്ചാൽ കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും ആ ഒരു ത്രെഡിന്റെ ഡിഫറൻസും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ എസ് നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ഈ പിങ്ക് ഷെയ്ഡിൽ നോർമൽ സ്റ്റിച്ചിൽ കാണുന്ന പോലെയാണ് കേട്ടോ. അത് കുറക്കുമ്പോഴും കൂട്ടുമ്പോഴും വരുന്ന മാറ്റങ്ങളും ഒന്നുകൂടെ കാണാം. അപ്പൊ ഞാൻ ആ പിങ്കില് നോർമൽ സ്റ്റിച്ചും അത് സൈസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും കുറച്ച് നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു ആ ഒരു ഭംഗി തന്നെ മാറുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് വെറൈറ്റീസ് സ്റ്റിച്ച് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ സി മുതൽ ജി വരെ പിങ്ക് ഷെയ്ഡിലുള്ളത് കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം സെലക്ടറിൽ സി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഒന്ന് വീഡിയോ വ്യക്തമായിട്ട് കേൾക്കുക. സെലക്ടറിൽ സി സെലക്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു പിങ്ക് എസ് മോഡ് ലെങ്ത് നോർമൽ ആക്കി കൊടുക്കുക. ഓക്കെ, അതങ്ങനെ സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സി ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പം സിയില് നോർമൽ സ്റ്റിച്ച് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ കൂട്ടുമ്പോൾ എങ്ങനെയാണെന്നും കുറക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിന്റെ സ്റ്റിച്ച് കുറച്ച് കാണിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു എസ്എസിന്റെ റൈറ്റ് സൈഡിൽ മൈനസ് ചിഹ്നം ഉണ്ട്. അത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് മാർക്കിങ്ങിൽ സ്ട്രൈറ്റ് ആക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് സെലക്ടറിൽ സി തന്നെയാണ് കേട്ടോ. ഇതിന്റെ ലെങ്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ സൈഡ് നോർമലും ഇത് നോർമലും ഇപ്പുറത്തെ സൈഡ് ഞാൻ കുറച്ചിട്ടുള്ളതും സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം.
അപ്പൊ ഇതാ നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഇത് നോർമൽ സ്റ്റിച്ച്, ഇത് നമ്മൾ ലെങ്ത് കുറച്ചിട്ടുള്ളത്. ഇനി ലെങ്ത് കൂട്ടിയിട്ട് തയ്ക്കാട്ടോ. അപ്പൊ ലെങ്ത് കൂട്ടുമ്പോൾ ചെയ്യേണ്ടത് ആ SS-ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ലൈനിൽ നേരെയായിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ലേ, ഇത് ലെങ്ത് കൂട്ടി അടിച്ചിട്ടുള്ളത്, ഇത് നോർമൽ സ്റ്റിച്ച്, ഇത് ലെങ്ത് കുറച്ചിട്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് മൂന്നും ചെറുതായിട്ടൊരു ഡിഫറൻറ്റ് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിയിലുള്ള സ്റ്റിച്ച് നോർമലും കൂട്ടിയിട്ടും കുറച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ സെലക്ടർ മോഡ് ഡിയിലോട്ട് മാറ്റുക. എന്നതിന് ശേഷം നമ്മൾ SS നേരെ ആ ഒരു ബ്ലാക്ക് പോയിന്റിലോട്ട് നിർത്തുക. ഇനി എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ചെയ്യുക. നമ്മൾ സെലക്ടർ ഡിയിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പൊ ഇനി ഡി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഡിയില് നോർമൽ SS സെലക്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റിച്ചാണ് കേട്ടോ. അത് ഫസ്റ്റില് ഒരു എറർ വന്നതാണ്. ഇതാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കേട്ടോ. ഇനി അത് നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് കാണിക്കാം. ഇനി അത് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുമിച്ച് കാണിക്കാട്ടോ. വീഡിയോയുടെ ലെങ്ത് ഒരുപാടാകും, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ആ SS പ്ലസിലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം മൂന്നും കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ എറർ വന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ നോർമൽ ആ ഒരു പിങ്ക് ഷെയ്ഡില് ഡി സെലക്ട് ചെയ്താൽ കിട്ടുന്നത്. അത് സൈസ് നമ്മൾ കുറയ്ക്കുമ്പോൾ ഈ ഒരു ത്രെഡ് വരും. അതേപോലെ നമ്മുടെ ലെങ്ത് കൂട്ടി കൊടുക്കുമ്പോൾ ഈ ഒരു ത്രെഡ് വരും. അപ്പൊ ആ ഒരു ത്രെഡിൽ തന്നെ 3 ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ മോഡില് ഇതുപോലെ 3 സ്റ്റിച്ച് കാണാം കേട്ടോ. ഈ മോഡില് ലെങ്ത് കൂട്ടിയിട്ടും നോർമലും ലെങ്ത് കുറച്ചിട്ടുള്ള സ്റ്റിച്ച് ഒരുമിച്ച് ഞാൻ കാണിക്കാം. അത് നോർമൽ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അത് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ഇനി നമുക്കത് കുറച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. സോറി, ആ ഒരു സെലക്ടർ ചേഞ്ച് ചെയ്യാൻ മറന്നു കേട്ടോ. ഇത് നമ്മൾ രണ്ടും കൂട്ടിയിട്ടുള്ളതും ഇത് നോർമൽ സ്റ്റിച്ച് ഇത് കൂട്ടിയിട്ടുള്ള രണ്ടെണ്ണമാണ് കേട്ടോ. ഇനി നമുക്കതിൽ കുറച്ചിട്ട് കാണിക്കാം.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഈ രണ്ടും ഒരേ ലെങ്ത് കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ കട്ടാക്കാൻ മറന്നുപോയതാണ്. അപ്പം ഇത് നോർമൽ സ്റ്റിച്ച് നമ്മുടെ ഈല് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ പിങ്കിൽ വരുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി പിന്നെ എടുത്ത് പറയണ്ട വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഇത് കൂട്ടിയ സ്റ്റിച്ച്, ഇത് രണ്ടും ഒരേ സ്റ്റിച്ച് തന്നെയാണ്. ഞാൻ സെലക്ടർ മാറ്റാതെ അടിച്ചതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളത് ചെറുതാക്കിയിട്ട് വരുന്ന ആ ഒരു സ്റ്റിച്ച്. ഇനി നമുക്ക് എഫിലോട്ട് മാറിയിട്ട് ഈ ഒരു 3 സ്റ്റിച്ച് ഒന്ന് കാണാം. അപ്പൊ നോർമൽ സ്റ്റിച്ച് ഞാനിവിടെ സെൻട്രലാക്കിയിട്ട് തന്നെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. കുറച്ചിട്ടുള്ള സ്റ്റിച്ച്. പ്ലസിലോട്ട് മാറ്റിയിട്ട് അപ്പം ഇതാണ് നമ്മുടെ എഫിലുള്ളത്. ആദ്യം നോർമൽ സ്റ്റിച്ച് സെൻറ്ററിൽ, പിന്നെ കുറച്ചിട്ടുള്ളത്, പിന്നെ കൂട്ടിയിട്ടുള്ളത്. അതിലും ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ഇനി നമ്മൾ ഫൈനലായിട്ട് ജിയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ജിയിലെ നോർമലും പ്ലസും മൈനസും. ആദ്യം ഞാൻ നോർമൽ സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. മൈനസ്. പ്ലസ്. അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ജി അടുത്തത് നമ്മൾ ഓവർലോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ സെന്ററിൽ കാണുന്നത് നോർമൽ സ്റ്റിച്ച് പിങ്കില്, പിന്നെ ഇത് മൈനസ്, ഇത് പ്ലസ്. അപ്പോൾ ആ ഒരു താഴത്തെ പിങ്കിൽ തന്നെ നമുക്ക് അതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റിച്ചിങ് ഉണ്ട്, ലെങ്ത് കൂട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അലോറ DLXന്റെ ഉഷ ജെനുവൻ മെഷീന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിലെ വ്യത്യാസം കേട്ടോ. അപ്പൊ നോർമല് നമുക്ക് എ മുതൽ ജി വരെ ഉണ്ട്, അതിന് താഴെ പിങ്കില് എ മുതൽ ജി വരെ ഉണ്ട്. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ പ്ലെയിൻ മെറ്റീരിയലിലൊക്കെ ഡാർക്ക് ഷെയ്ഡ് ത്രെഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ നമ്മൾ പാൻറ് ബോട്ടത്തിൽ സ്കെലറ്റ് പാൻറ് മോഡലൊക്കെ തയ്ക്കുമ്പോഴൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്യാം. നോർമൽ നമ്മുടെ ഒരുപാട് അധികം എംബ്രോയിഡറി ഒന്നും ചെയ്യാതെ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ പ്രത്യേകം തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിനെ റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളാണെന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.